പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന കോളൻ ക്യാൻസർ തുടക്കത്തിലെ കണ്ടെത്തിയതുകൊണ്ട് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നൊരു തെറാപ്പിക്ക് വിധേയമാക്കുകയാണ് എന്ന് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടു. അപ്പോൾ പലരും സംശയം ചോദിക്കുകയാണ്, എന്താണ് ഈ പ്രോട്ടോൺ തെറാപ്പി എന്ന്. ഇപ്പം ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലൊരു ശത്രുവാണ്. അത് നമ്മുടെ ശരീരത്തിലെ പല കോശങ്ങൾക്കും ഉള്ളിലും പുറകിലേക്കും സൈഡിലും നമ്മുടെ ശരീരത്തിലെ ആരോഗ്യപരമായ കോശങ്ങൾക്കൊക്കെ പിറകിൽ ഒളിച്ച് കിടക്കുകയാണ്. ഈ പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ഈ കോശങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിനെ കയറി ആക്രമിച്ച് അതിനെ നശിപ്പിച്ച് കളയുന്ന അതിശക്തമായിട്ടുള്ള ഒരു മിസൈൽ ആണ്. നമ്മുടെ ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വരുന്നതോടുകൂടി ഇതിലേറെ പുരോഗമിക്കുകയും ഈ ഒരു ടാർഗറ്റ്, ഈ ഒരു അപകടകാരികളായിട്ടുള്ള ഈ ക്യാൻസർ കോശങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊന്ന് മനുഷ്യനെ സുരക്ഷിതമാക്കുന്ന, ഹീൽ ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് പ്രോട്ടോൺ തെറാപ്പി. ഈ യുദ്ധത്തിൽ ശത്രുവിനെ ടാർഗറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കുമെന്ന് മാത്രമല്ല, ചുറ്റുപാടിലുള്ള ഒരു കോശത്തെയും അത്, ചുറ്റുപാടിലുള്ള നമ്മൾ നോർമലായിട്ടുള്ള ഒന്നിനെയും അത് കയറി ആക്രമിക്കില്ല എന്നുള്ളതും അതിനെ സുരക്ഷിതമായിട്ട് അവിടെ വിരഹിക്കാൻ വിടും എന്നുള്ളതുമാണ് ഈ പ്രോട്ടോൺ തെറാപ്പിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത. ഇതിനെ നമുക്കൊരു സാധാരണ കാണുന്ന റേഡിയേഷൻ തെറാപ്പിയുമായിട്ടൊന്ന് ഉപമിച്ച് നോക്കാം. ഇതും തോക്ക് ഉതിർത്തി വീഴുകയാണ്. ഈ ടാർഗറ്റ് കോശങ്ങളെ ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട പായിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റേഡിയേഷൻ തെറാപ്പിയിൽ. പക്ഷേ ഈ റേഡിയേഷൻ തെറാപ്പിയിൽ ഉണ്ട പതിയുമ്പം ഇത് കുറച്ചൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ ഈ ക്യാൻസർ കോശങ്ങളെ പതിയുമെങ്കിലും അതിന് ചുറ്റുപാടുള്ള കോശങ്ങളിലെയും ഇത് വെടിവെച്ച് വീഴ്ത്തി കളയും. മനസ്സിലായില്ലേ? അതാണ് ഇത് നമ്മൾ ഇന്ന് സാധാരണ ചെയ്യുന്ന റേഡിയേഷൻ തെറാപ്പിയിൽ നിന്ന് പ്രോട്ടോൺ തെറാപ്പിയെ വ്യത്യസ്തമാക്കുന്നത്. ഈ പ്രോട്ടോൺ തെറാപ്പിയെ വേണമെങ്കിൽ നമുക്ക് സ്നൈപ്പർ റൈഫിളിനോട് ഉപമിക്കാം. ഒരു ലേസർ ടാർഗറ്റ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ഈ ശത്രുവിനെ മാത്രം വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു ഗൺ. ഒരു അഗ്നിബാധ ഉണ്ടായി. അപ്പോൾ അവിടുത്തെ ഫയർഫോഴ്സുകൾ ഇങ്ങോട്ട് വന്ന് വെള്ളം ചീറ്റാൻ തുടങ്ങും. അത് അഗ്നിബാധ ഉണ്ടായത്തരുത് മാറ്റമല്ല, ചുറ്റും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളം വീഴുന്നുണ്ടാവും. പക്ഷേ ഈ പ്രോട്ടോൺ തെറാപ്പി എന്ത് ചെയ്യും? ഇത് എന്താവും, ആ അഗ്നിബാധ ഉണ്ടായ ലൊക്കേഷനിൽ മാത്രം ഫയർ കെടുത്തിയിട്ട് അതിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട് മറ്റൊരിതിനൊക്കെ സുരക്ഷിതമായിട്ട് വെക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രോട്ടോൺ തെറാപ്പി ഇന്ന് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു നല്ല കണ്ടെത്തലാണ്. മനുഷ്യകുലത്തെ ക്യാൻസർ വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പുതിയ കണ്ടെത്തലുകളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടും ഏറ്റവും ടാർഗറ്റഡുമായിട്ടുള്ള നല്ലൊരു തെറാപ്പിയാണിത് എന്ന് വേണം പറയാം.